മുസ്ലിം സമുദായത്തോട് രാജ്യത്തുടനീളം BJP പുലർത്തുന്ന ഒരു ശത്രുതാ മനോഭാവമുണ്ട്. അവരെ വർഗ ശത്രുക്കളായിട്ട് കണ്ട് രാജ്യത്തിന് തന്നെ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. മറുവശത്ത് ഇന്ത്യ സഖ്യം നോക്കുക, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തേജസ്വി യാദവ് ഈ ഒരു വാഗ്ദാനം അവിടെ നൽകിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് വേദന ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ വഖഫ് ബില്ല് അത് നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകുകയാണ്. ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ശക്തി സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 53ഓളം മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ സ്വാധീനമുള്ള ഒരു ശക്തിയാണ് ഈ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. അവരെ അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോവുക ഒരു പാർട്ടിക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ RJDയും കോൺഗ്രസും ഒക്കെ തന്നെ ഇത്തവണ മുസ്ലിം സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. മറുവശത്ത് JDU ആകട്ടെ BJP ആകട്ടെ ആ സമുദായത്തെ അവഗണിക്കുന്ന, തടയുന്ന ഒരു സമീപനമാണ് നടത്തിയിട്ടുള്ളത്. അത് നിലവിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.